അങ്ങനെ 5ാം സെമസ്റ്റർ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം തുടങ്ങി. ബാർകോഡ് സിസ്റ്റം വഴിയുള്ള ആദ്യത്തെ UG പ്രോഗ്രാമിൻ്റെ വാല്യുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി വിദ്യാർത്ഥികളോട് പറയാനുള്ളത് 30 പേജിൻ്റെ ഒരു ബുക്ക്ലെറ്റിനെ എങ്ങനെ എഴുതണമെന്ന കാര്യത്തിൽ ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും കറക്റ്റായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് നന്നായി എഴുതുന്ന വിദ്യാർത്ഥികൾ, നന്നായി പഠിച്ചെഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പല ചോദ്യങ്ങൾക്കും പേജ് തികയുമോ എന്ന് പേടിച്ച് പകുതിയിൽ അവസാനിപ്പിച്ച് പിന്നെ പേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ബാലൻസ് ഓഫ് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു കണ്ടിന്യൂറ്റി മിസ് ഔട്ടായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ടീച്ചേഴ്സിന് കൺഫ്യൂഷൻ അടിക്കാനും നിങ്ങളുടെ മാർക്ക് കുറയാനും സാധ്യത കൂടുതലാണ്. പിന്നെ മാർക്ക് കിട്ടാനുള്ള എഡ്ജ് പോയിൻ്റ് പല വിദ്യാർത്ഥികളും എഴുതിയിട്ടില്ല ആൻസർ ഷീറ്റിൽ. പ്രത്യേകിച്ച് ഫിഗേഴ്സ്, ഫാക്ട്സ്, ദെൻ ടേബിൾസ്, ദെൻ ഫൈനലി ഫ്ലോ ചാർട്ടൊക്കെ നിങ്ങളുടെ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഒരാവർത്തി വായിച്ചു നോക്കാനുള്ള സമയം പല പേപ്പറുകളിലും കണ്ടില്ല എന്നാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇനി വരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതാൻ പാടില്ല. എത്ര പേജുണ്ട്, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, എത്ര എഴുതണം എന്നുള്ള പ്ലാനിങ് നടത്തിയിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളോട് മാത്രമല്ല, ഇനിയുള്ള പരീക്ഷകളൊക്കെ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് ബുക്ക്ലെറ്റും ബാർകോഡും ശരണം തന്നെയാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇക്കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.